ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അതിൽ കുറച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രവാസികളുടെ ഒരു 300% പെനാൽറ്റി അടക്കേണ്ടി വരും, 10 ലക്ഷം രൂപ പെനാൽറ്റി അടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു മുമ്പ് ഒരു വീഡിയോസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ 1-2 വീഡിയോസ് ചെയ്തു. അപ്പം ഇപ്പോഴും പല പ്രവാസികൾക്കും അതിനകത്ത് ഒരു ആശയക്കുഴപ്പമുണ്ട്. അവർക്കുള്ള വിദേശത്തുള്ള അസറ്റിനെ കുറിച്ചും ഇൻകത്തിനെ കുറിച്ചും ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അവരുടെ സംശയം. അപ്പോൾ അതിനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യം തന്നെ ഞാൻ ഇൻകം ടാക്സ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാസി അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് ആരാണ്, അവർക്ക് എന്തൊക്കെയാണ് ടാക്സിന്റെ പ്രശ്നങ്ങൾ വരിക, അവർ എപ്പോഴൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ആരാണ് നോൺ റെസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഒരു സാമ്പത്തിക വർഷം, ഇപ്പം നമ്മുടെ തൊട്ടുമുമ്പത്തെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് 24-25 സാമ്പത്തിക വർഷമാണ്. ആ സാമ്പത്തിക വർഷം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് പുറത്ത് പോവുക, ജോലി ആവശ്യമാർത്ഥമോ ബിസിനസ് ആവശ്യമാർത്ഥമോ ഇന്ത്യക്ക് പുറത്ത് പോവുകയും അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ടാണ് എന്ത് പറയാ, നോൺ റെസിഡന്റ് എന്ന് ഇൻകം ടാക്സ് നിയമത്തെ പറയാം. ആ ഇൻകം ടാക്സ് നിയമപ്രകാരം ഒരു നോൺ റെസിഡന്റ് സ്റ്റാറ്റസ് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയോ അതിന്റെ ടാക്സ് അടക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം പ്രത്യക്ഷത്തിലില്ല. ദെൻ എന്തിനാണ് പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അവർക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും വരുമാനമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ ടാക്സ് അടക്കാൻ മാത്രമുള്ള വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ ടാക്സ് അടച്ച് അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുക. ഇനി വെറും ചില്ലറ വരുമാനമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലുള്ള ഇൻകം കാണിച്ചുകൊണ്ട് ഒരു റിട്ടേൺ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രവാസികൾ അവരുടെ ഫോറിൻ അസറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം, അതിന് ഡിസംബർ 31 മുമ്പ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര 10 ലക്ഷം രൂപ പെനാൽറ്റി വരുന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ ഇൻകം ടാക്സിന്റെ ആ ഒരു പ്രസ് റിലീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങൾ വരുന്നത് ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാത്ത വലിയ എമൗണ്ടും ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് സ്വത്തുവകകൾ വാങ്ങിക്കുകയും ആ സ്വത്തുവകകളിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് ആ പ്രസ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, പ്രവാസികൾക്ക് അതായത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ആ ഒരു പ്രസ് റിലീസോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ബാധകമല്ല. അപ്പോൾ അതിന്റെ പേരിൽ പല വീഡിയോസും കണ്ടിട്ട് പല ആൾക്കാരും ഫുള്ളി കൺഫ്യൂസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ, നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നെഡ്ജ് സ്കീം പ്രകാരം അവരുടെ ഫോറിൻ അസറ്റോ ഫോറിൻ ഇൻകമോ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, അവർ ജെന്യൂൻ നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്നാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അവർ ചിലപ്പം പ്രവാസികളെ നോൺ റെസിഡന്റ് ആയിരിക്കാം, അവർ ചിലപ്പം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ